ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോയ് കൃഷ്ണയുമായി ബന്ധപ്പെട്ടാണ് റോയ് കൃഷ്ണയെ സ്വന്തമാകാൻ ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്നുള്ള ഒരു ട്രാൻസ്ഫർ റൂമർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാൾ കമൻറ്റേറ്ററൊക്കെ ആയിട്ടുള്ള സോഹാൻ പൗഡറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇദ്ദേഹം സോഹാൻ പൗഡർ ബംഗാൾ ഇപ്പോൾ മോഹൻ ബഗാൻ അതുപോലെ ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെയാണ് പുറത്തു വിടാറുള്ളത്. അതുപോലെ തന്നെ അത്ര ട്രസ്റ്റബിൾ ആണെന്ന് ചോദിച്ചറിയില്ല. അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വിടാറുണ്ട്. ബട്ട് മാർക്കസിനെ പോലെ അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കുറേ കാര്യങ്ങൾ പറയുന്നത് തെറ്റാവാറുണ്ട് സോഹാൻ പൗഡറിനെ. അതുകൊണ്ട് തന്നെ അത്ര വിശ്വസിക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടറാണോ എന്ന് ചോദിച്ചാൽ 100% നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് റോയ് കൃഷ്ണ ഒഡീഷ എഫ്.സിയുമായിട്ട് പിരിയാണ്. ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് പിരിയാണെന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. താരത്തിന് ISL നിന്ന് തന്നെ ചില ടീമുകളിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ മുംബൈ സിറ്റിയിൽ നിന്ന് ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കൊൽക്കത്തയിൽ വീണ്ടും കളിക്കാൻ ചാൻസ് കിട്ടിയ താരത്തിന് തിരിച്ച് കൊൽക്കത്തൻ ക്ലബിലേക്ക് പോകാൻ താല്പര്യമുണ്ടെന്നും അതിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തിനാണ് അറിയില്ല ഉൾപ്പെടുത്തിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ടാവുമോ എന്നുള്ളത് തോന്നുന്നില്ല. കരോലിസ് കിങ്സ് ഇത്ര ഏജ് ഇപ്പോൾ 36 വയസ്സായിട്ടുണ്ട് റോയ് കൃഷ്ണയെ. അപ്പോൾ ഇത്ര ഏജ് ആയിട്ടുള്ള പ്ലെയറിനെ ഇനി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഈ സീസണിൽ 13 ഗോൾ സ്കോർ ചെയ്തിട്ട് ഡിമിയോടൊപ്പം ജോയിൻറ്റ് ടോപ്പ് സ്കോറായിട്ട് ഉണ്ടെങ്കിലും ഏജ് കൂടി വരികയാണ്, ഏജ് ഉണ്ട് താരത്തിന്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കരോലിസ് കിങ്സ് എന്നിട്ട് ഇതുമായിട്ടും അങ്ങനെ ഒരു ഏജുള്ള പ്ലെയറിനെ സൈൻ ചെയ്ത് കണ്ടിട്ടുമില്ല. ഇത് വെറുതെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല സോഹാൻ പൗഡറിൻ്റെ ഈ റിപ്പോർട്ടിൽ നിന്ന്. അപ്പം നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും പലപ്പോഴും അവർക്ക് റീച്ച് കിട്ടണമെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പേര് കൊടുക്കണം. ഏതൊരു റൂമർ വരികയാണെങ്കിൽ അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പേരുണ്ടാവും. എനിക്ക് അത്ര ആയിട്ട് ഇത് തോന്നിയിട്ടുള്ളൂ. എങ്കിൽ അതിൽ റോയ് കൃഷ്ണ ടു ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് ഒട്ടും ആവശ്യമില്ല. അങ്ങനത്തെ ഒരു റോയ് കൃഷ്ണനെ നമുക്ക് ശരിക്കും ഒരു ആവശ്യമില്ല. ഡിമിയെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ പിന്നെ റോയ് കൃഷ്ണയെ ആവശ്യമില്ല. ഇനി ഡിമി പോയി ഇനി സൈൻ ചെയ്യുകയാണെങ്കിൽ റോയ് കൃഷ്ണയേക്കാൾ മികച്ച സ്ട്രൈക്കേഴ്സ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സിനെ ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.